അച്ചായും വിളിക്ക്. ചന്ദ്രനിലേക്ക് വേണമെങ്കിലും ഞാൻ വരാം. അയ്യോ, സമയം ഒരുപാടായി. കെട്ടിയോൾ ഇപ്പോഴും എത്തില്ലേ? ശ്രീകൃഷ്ണ സൂര്യനെ മറച്ചതുപോലെ എന്തേലും ദിവ്യാത്ഭുതം കാണിക്കാൻ കഴിഞ്ഞിരുന്നേ സമയം ഇങ്ങനെ എലിവാണം കണക്കെ പോത്തില്ലായിരുന്നു. കൊച്ചിനെ പോലെ ഇഴഞ്ഞേനെ. നിരാശ വേണ്ട അച്ചായ, നമുക്കായി സമയം ഒരുപാടുണ്ട്. തൽക്കാലം ഞാനിപ്പോ പോട്ടെ. പോയേച്ചും വരാന്ന് പറയൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ. പോയിട്ട് വരട്ടെ. ആ സൈഡിലോട്ട് നിർത്തി. കുഞ്ഞുമോളെ, ആലീസ് ചേച്ചി. കുഞ്ഞുമോളെ, നീ എന്താ ഇവിടെ? ഞാനിവിടെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാ താമസിക്കുന്നത്. കമ്പനിയുടെ ചെറിയൊരു ആവശ്യമായി വന്നതാ. ചേച്ചി എന്താ ഇവിടെ? ഞാനിവിടെ വൃന്ദാവൻ ഹൗസിംഗ് കോളനിയിലെ താമസം. ഹൗസ് നമ്പർ 110. വൃന്ദാവൻ കോളനി, ഹൗസ് നമ്പർ 110. നീ എന്താ ആലോചിക്കുന്നേ? അല്ല, ഹൗസ് നമ്പർ ഒന്ന് ഓർത്ത് വെച്ചതാ. വെയിറ്റ് ചെയ്യണോ? വേണ്ട. ദാ, നീ വാ. നടക്കാവുന്ന ദൂരേ ഉള്ളൂ. ആ വളവിനെടുത്താ. വീട്ടിലൊന്ന് കേറിയിട്ട് പോ. വേണ്ട ചേച്ചി, ഇപ്പൊ കേറിയ ശരിയാവില്ല. പോയിട്ട് അല്പം ധൃതിയുണ്ട്. ഇത്ര അടുത്ത് വന്നിട്ട് ഇന്നല്ലാതെ പിന്നെ എന്നാ ഇനി നീ വരിക? ഞാനിവിടെയൊക്കെ ഉണ്ടല്ലോ ചേച്ചി കുറച്ച് ദിവസത്തേക്ക്. എനിക്ക് വരാല്ലോ. ഞാൻ എപ്പോഴും കരുതും തിരുവല്ലയ്ക്ക് വരണമെന്നും നിന്റെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് കാണണമെന്നും. എവിടെ സമയം കിട്ടാനാ? ആ, അല്ല, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മോളെ? എന്താ മോളെ, മാറ്റമൊന്നുമില്ലേ? ഒരു മാറ്റമില്ല ചേച്ചി. ആരോടും മിണ്ടാൻ പറയുകയോ ഒന്നും ചെയ്യാറില്ല. മുകളിലേക്ക് നോക്കി ഒറ്റ കിടപ്പ. കഷ്ടം. എത്ര കാലമായി നരകയാതന അനുഭവിക്കാൻ തുടങ്ങിയിട്ട്? അജയേട്ടനെ കാണാതായ ശേഷം അമ്മ ആകെ തളർന്നു പോയത്. അമ്മ മാത്രമല്ല, അച്ഛനും ഒരുപാട് വേദനിക്കുന്നുണ്ട് അജയേട്ടന്റെ കാര്യത്തില്. അവന്റെ വിവരം എന്തെങ്കിലും? ഇതുവരെ ഇല്ല. ജീവനോടെ ഉണ്ടോ മരണപ്പെട്ടോ ഒന്നും അറിയില്ല ചേച്ചി. അത് കാരണം വീട്ടിലേക്ക് പോവാൻ തന്നെ എനിക്കിപ്പോ മടിയാ. ചെന്ന് കയറിയാലുടൻ അച്ഛൻ തിരക്കുക അജയേട്ടന്റെ കാര്യം. കണ്ണീര് പറ്റിയ കണ്ണുകളോടെ അമ്മയും എന്നെ നോക്കും. ആ നോട്ടത്തിന്റെ അർത്ഥം എന്റെ മോൻ വന്നു എന്ന. ഓരോരോ പ്രതീക്ഷ കൊടുക്കും ഞാൻ. പക്ഷെ കള്ളങ്ങൾ എന്നും തുടരാനാവില്ലല്ലോ. എപ്പോഴെങ്കിലും അവര് ചോദ്യം ചെയ്യാൻ തുടങ്ങില്ലേ? ഒക്കെ നേരെയാവും മോളെ. ഒന്നും നേരെയാവില്ല. ആ വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ജീവിതത്തിലേറ്റ തിരിച്ചടികളിൽ നിന്ന് ഏറെ പഠിച്ചു ഞാൻ. ഇപ്പൊ എനിക്ക് ഒന്നിനെയും പേടിയില്ല, ആരെയും പേടിയില്ല. പഴയ ആ കുഞ്ഞുമോളുടെ വേഷം മാത്രമല്ല മാറിയത്, സ്വഭാവം അപ്പാടെ മാറ്റി ചിലരൊക്കെ ചേർന്ന്. എന്നെ വേട്ടയാടിയവരെയൊക്കെ പിന്തുടർന്ന് പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോ. ചേച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? സാരമില്ല, ഒക്കെ ഞാൻ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കി തരാം. തൽക്കാലം ഇപ്പൊ ഞാൻ പോട്ടെ. കഴിവതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. നീ ഇതെന്നതാടി ആലീസ് ഇത്രയും ലേറ്റായേ? നീ എന്നാ വത്തിക്കാനെ പോയിച്ചും വരുവാന്നോ? ഇച്ചായ, ഞാനേ വരുന്ന വഴിക്ക് നമ്മുടെ കുഞ്ഞുമോളെ കണ്ടിരുന്നു. കുഞ്ഞുമോളോ? ആ, അതാരാടി? ഇച്ചായൻ അറിയാൻ പാടില്ലേ? തിരുവല്ലയിലെ സേതുവണ്ടിയുടെ മോള്. ഹാ, ഞാൻ പറയാറില്ലേ കുഞ്ഞുമോള്.
നമ്മുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ വിരുന്നു കൂടിയതാ. ഇച്ചായനോ അതൊക്കെ മറന്നു. വർഷം കുറെ ആയില്ലോടി ആലീസേ. ഇതൊക്കെ ഇപ്പൊ ഓർത്തിരിക്കുന്നത് എങ്ങനാ? അന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോ കുഞ്ഞുമോൾ അവിടെ ഇല്ലായിരുന്നു. ആ, ബോംബെയിൽ ഏതൊരു കമ്പനിയിൽ അവക്ക് ജോലി. പാവം, നല്ല കുട്ടിയാ. എന്നിട്ട് നീ അവളെ ഇങ്ങോട്ട് ക്ഷണിച്ചില്ലയോ? പിന്നെ ക്ഷണിക്കാതിരിക്കോ? എത്ര പ്രാവശ്യം വിളിച്ചോന്നറിയോ? അതെനിക്കറിയാം. ആരേലും അതിഥികൾ വന്നിട്ട് വേണ്ടായോ നിനക്ക് നിന്റെ നളപാചകം അവരുടെ മേൽ അപ്ലൈ ചെയ്യാൻ? ഓ, ഒന്ന് പോയി ചായ. മറ്റാരെയും പോലല്ല എനിക്കെന്റെ കുഞ്ഞുമോള്. അവളെന്റെ സ്വന്തം അനിയത്തിയാ. തിരുവല്ലായിലെ ഒന്നിച്ചൊരു കുടുംബം പോലെയാ ഞങ്ങളവിടെ കഴിഞ്ഞിരുന്നത്. അല്ല, അപ്പോ ആ കുട്ടി എന്നാത്തിനാ ഇപ്പൊ ഈ സിറ്റി വന്നത്? ജോലിയുടെ എന്തോ അത്യാവശ്യമാന്നാ പറഞ്ഞേ. ഏതോ ഒരു കൂട്ടുകാരുടെ വീട്ടിലാ താമസം. നേരത്തെ അറിഞ്ഞിരുന്നേ അവളെ എവിടേക്കും വിടത്തില്ലായിരുന്നു. നമ്മുടെ കൂടെ തന്നെ താമസിപ്പിച്ചേനെ. ആലിസേ, ബന്ധോ സ്വന്തോ ഒക്കെ ശരിയാ എന്ന് കരുതി വെറുതെ ഓരോ ഏടാകൂടങ്ങളെടുത്ത് തലയെ വെച്ചേക്കരുത്. സ്നേഹം കൂടിക്കഴിഞ്ഞ സ്വന്തം കുടുംബം പോലും നീ അന്യന്റെ പേരിൽ എഴുതി വെച്ച് കളയും. അയൽക്കാർ വരികയാണെങ്കിൽ അവർക്കൊരു നല്ല സദ്യ കൊടുക്കുക, കുറച്ചു സമയം സൗഹൃദം പങ്കിടുക. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും അത്രയും സ്നേഹിച്ചാ മതി കേട്ടോ. ഓ, ഉത്തരവ്. തിരുവല്ലാക്കാരിയാ, മോശക്കാരിയാവാൻ വഴിയില്ല. സുന്ദരി ആയിരിക്കും. അങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല. ഒരു സമയം ചൂണ്ടയില് ഒരു മീൻ കുടുങ്ങിയാ മതി. അത്യാഗ്രഹം പാടില്ല. ഒന്നിറങ്ങണം ഡോക്ടർ സാറേ. ഞങ്ങളുടെ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയപ്പോ തിരക്കിനിടയിൽ പേയ്മെന്റ് ചെയ്യാൻ മറന്നുപോയി. ആ കടം ഞങ്ങൾ ഇന്നങ്ങ് വീട്ടാൻ പോവാ. പണമല്ല എനിക്ക് ആവശ്യം. ഞാൻ ട്രീറ്റ് ചെയ്ത എന്റെ പേഷ്യന്റിനെ നിങ്ങളയാൾ എവിടെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നത്? സ്ഥലം പറഞ്ഞു തന്നാ നിങ്ങൾ അവനെ കൂട്ടിക്കൊണ്ടു പോവോ? പോകില്ല. നിങ്ങളെന്നല്ല, ആരും അവനെ കൂട്ടിക്കൊണ്ടു പോവില്ല. പിന്നെ പോലീസിന്റെ സഹായത്തോടെ എന്തെങ്കിലുമൊക്കെ അങ്ങ് മലമറിക്കാമെന്ന് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ അയാളെ? വെറുതെ ഡോക്ടർ സാറ് ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണ്ട. പിന്നൊരു കാര്യം, വേണുവിനെ കുറിച്ച് അനാവശ്യ അന്വേഷണങ്ങളൊന്നും വേണ്ട. അഥവാ ഇനി അന്വേഷിച്ചാൽ ഡോക്ടർ സാറിന്റെ ജീവന്റെ ജീവനായൊരു മോളുണ്ടല്ലോ, അവളെയും കൊണ്ട് ഞങ്ങളൊരു പോക്കങ്ങ് പോകും. ഇനി ഞങ്ങൾ ഡോക്ടർ സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഞങ്ങൾ പോട്ടെ. അപ്പോ ഡോക്ടർ വേണുവിനെ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. സ്വന്തം മകളുടെ ജീവന് വേണ്ടി ഒരച്ഛന് ചെയ്യാൻ കഴിഞ്ഞ ചെറിയൊരു സഹായം. ഓക്കെ? അച്ഛനെന്താ ഒന്നും പറയാത്തത്? എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാ, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവര്. അത് മറക്കരുത് ശ്യാം. നമ്മൾ വലിയൊരു ശരി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവര് വിലയിടുന്നത് നമ്മുടെ അമ്മൂൾക്ക് തന്നെയാ. ഒക്കെ കേട്ടിട്ട് അമ്മൂമ്മളെ സ്കൂളിലേക്ക് വിടാൻ തന്നെ എനിക്ക് ഭയം തോന്നുന്നു. നിർത്തി. വേണുവിനെ കുറിച്ചുള്ള അന്വേഷണവും വിവരങ്ങൾ പോലീസിൽ അറിയിക്കാനുള്ള ശ്രമമൊക്കെ നിർത്തി. അതാ നല്ലത്. ഊർമിളയുടെ കാര്യത്തിൽ ആകാംക്ഷയാകാം, പക്ഷേ അതിൻ്റെ പേരിൽ അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ടെൻഷൻ പിടിച്ച് തലേ വെക്കുന്നത് ശരിയല്ല. വേണു നമുക്കാരാ? ഊർമിളയും പീറ്ററും ഒക്കെ പറഞ്ഞറിയാവുന്ന ആരോ ഒരാൾ. സ്വന്തം രക്തത്തെ ബലി കൊടുത്തിട്ട് അയാളെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത ഒന്നും നമുക്കില്ല ശ്യാം.
കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ ഞാൻ നോക്കി കാണുന്നത്. പക്ഷേ അവർ വീണ്ടും ഊർമിളെ തേടി വരുമെന്നൊരു കൺഫ്യൂഷൻ. അങ്ങനെ എന്തെങ്കിലും സൂചന? ഇല്ല, സംസാരത്തിനിടയിൽ ഊർമിളയെ കുറിച്ചൊരു പരാമർശം ഉണ്ടായില്ല. എങ്കിലും നേരത്തെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോ ഊർമിളയുടെ കാര്യത്തിൽ ഒരു വിലപേശൽ ഉണ്ടാകാമല്ലേ? എങ്കിലും നമ്മൾ തോറ്റു കൊടുക്കുകയെ നിവൃത്തിയുള്ളൂ. അവിടെ അവര് വെക്കുന്ന ഡിമാൻഡ് അമ്മുമോളാകും. അവളെ രക്ഷിക്കാൻ, അവളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു കൈവിട്ട കളിക്ക് നമ്മൾ തയ്യാറായേ മതിയാവും. അമ്മുമോളോളം നമുക്ക് വലുതല്ലല്ലോ മറ്റൊന്നും. മോളെ കാണണമെന്ന് പറഞ്ഞ് ആരെങ്കിലും സ്കൂളിലേക്ക് വന്നാ മോളെ അവരോടൊന്നും മിണ്ടാനും പറയാനും നിൽക്കരുത് കേട്ടോ. ആരാ അച്ഛനെ കാണാൻ വരുന്നത്? ആരും വരില്ല. ഒരുപക്ഷെ ആരെങ്കിലും വന്നാലുള്ള കാര്യ അച്ഛൻ പറഞ്ഞത്. മിഠായി കൊടുത്ത് കുട്ടികളെ മയക്കിയെടുക്കുന്നവരുടെ കഥ അച്ഛൻ ഇന്നും മൊത്തത്തിൽ വായിച്ചതാ. അമ്മുമോളെ അങ്ങനെ ആർക്കും മയക്കാൻ പറ്റില്ല. അച്ഛൻ വന്ന് വിളിച്ചാലല്ലാതെ മറ്റാരുടെയും പിറകെ അമ്മുമോള് പോവില്ല. എന്താ മതിയോ? മിടുക്കി. ആ, മോളിരുന്ന് ആ ഹോംവർക്കൊക്കെ ചെയ്തേ. അച്ഛൻ ഇപ്പൊ വരാം. മോളോട് പറയുന്നൊക്കെ ഞാൻ കേട്ടു. എന്താ ശ്യാമേട്ടാ, അമ്മൂന് നേരെ എന്തേലും ഭീഷണി? ശ്യാമേട്ടന്റെ സംസാരം കേട്ടപ്പോ എനിക്ക് അങ്ങനെയാ തോന്നിയത്. അല്ലെങ്കിലും ഊർമിളയ്ക്ക് ഇപ്പൊ എന്തിനും ഏതിനും സംശയമാണല്ലോ. ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോഴാ മനുഷ്യന്റെ ബുദ്ധി ഈ വഴിക്കൊക്കെ തിരിയുന്നത്. ഒന്നും മനഃപൂർവ്വം അല്ല ശ്യാമേട്ടാ. എന്നെ തേടി വരുന്നവർക്ക് കിട്ടേണ്ട ആളെ കിട്ടാതെ വരുമ്പോ ആ ദേഷ്യം തീർക്കാൻ മറ്റുള്ളവരുടെ അടുത്താവും. നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും അടുത്ത്. ഞാൻ കാരണം അമ്മൂമ്മക്ക് എന്തെങ്കിലും സംഭവിച്ച മരണം വരെ വർമ്മസാറും അമ്മയും ശ്യാമേട്ടനും ഒക്കെ മാറി മാറി എന്നെ ശപിക്കില്ലേ? തന്റെ ഒരു കാര്യം. അമ്മൂമ്മക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞാൻ കാരണം സംഭവിക്കുമെന്ന് തോന്നിയ പിന്നെ ഞാനിവിടെ നിൽക്കില്ല. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ മുഖം പോലും ഓർക്കാതെ ഞാൻ പോവും എവിടേക്കെങ്കിലും.